ഒരിക്കലും ഞാനൊരു ക്യാമ്പിന് പോയപ്പോൾ അവിടെ വെച്ചൊരു സുഹൃത്തിനെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ ആളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6:30ക്കാണ് മൂപ്പർ എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ 6 മണി മുതൽ ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ 6:30 വരെ കുറേ അലാറവും വയ്ക്കും. അലാറം കൃത്യസമയത്ത് അടിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആൾ ഓരോ അലാറവും സ്നൂസ് ചെയ്ത് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ ലാസ്റ്റ് 6:30 ക്യാമ്പിലുള്ളവർ മൊത്തം എഴുന്നേറ്റാലും മൂപ്പര് എണീക്കില്ല എന്നുള്ളൊരു അവസ്ഥയായി. ഇതുപോലുള്ളൊരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? അതായത് ഒരു 5 മിനിറ്റ് കൂടെ മതിയല്ലോ എന്ന് പറഞ്ഞ് ഒരു 5 മണിക്കൂറായാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാതെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നിങ്ങളുടെ സുഹൃത്ത് സർക്കിളിലുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഹൈവേയിലേക്കുള്ള എൻട്രൻസ് പോലെയാണ്. ഇപ്പോൾ ഹൈവേയുടെ പ്രത്യേകത എന്താ? നല്ല സ്പീഡിൽ പോകാമല്ലേ. ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ ഏത് ഹാബിറ്റ് സെലക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ ഏത് ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും, അപ്പോഴായിരിക്കും നമ്മൾ ചുമ്മാ ഫോണിലെടുത്ത് നോക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ കണ്ണിൽപ്പെടും. പിന്നെ അതും പിടിച്ച് നമ്മളങ്ങ് ഇരിക്കും. ഏതാണ്ട് 1 മണിക്കൂറോളം ആ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. മറ്റേ ഹൈവേയിൽ പെട്ട പോലെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോരാനും പറ്റില്ല. സോ ഇതുപോലെ പല മൊമെൻറ്റ്സും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതായിരിക്കാം. അതായത് ഫുഡ് ഓർഡർ ചെയ്യണോ പുറത്തുനിന്ന്, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണോ, അതൊരു ഡിസിഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഹോംവർക്ക് ചെയ്യണോ അല്ലെങ്കിൽ കുറച്ച് നേരം വീഡിയോ ഗെയിം കളിച്ചാൽ മതിയോ എന്നുള്ളതൊരു ഡിസിഷനാണ്. പിന്നെ വർക്കിന് പോകാനായിട്ട് സ്വന്തം വണ്ടിക്ക് പോകണോ അതോ ഏതെങ്കിലും ബസ്സിന് പോകണോ, അതും ഒരു ഡിസിഷനാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഓരോ ഡിസിഷനിലും നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഏതാണോ അതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഹൈവേ എന്ന് പറയുന്നത്. കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ ഒരാൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ആളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ആ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ഫുഡ് ആയിരിക്കില്ല ലഭിക്കുന്നത്. മറിച്ച് ആ റെസ്റ്റോറൻറ്റിലുള്ള ഫുഡിൽ ആ വ്യക്തിക്ക് ഏതാണോ ഇഷ്ടം അതാണ് ലഭിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ആ ഒരു വ്യക്തി സെലക്ട് ചെയ്ത റെസ്റ്റോറൻ്റ് ഇല്ലേ, ആ ഒരു ഡിസിഷന് അനുസരിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ടേക്ക് ആ വ്യക്തിക്ക് വരുന്ന എല്ലാ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പല മൊമെൻറ്റ്സും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് ഒരു ദിവസത്തിൽ തന്നെ. അതിൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതിലാണ് കാര്യം. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് കുഞ്ഞു സ്റ്റെപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്ത് അതിനെ വലുതായി കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വരെ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മളെല്ലാം കൂടി എടുത്ത് തലയിൽ വെച്ചിട്ട് 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ആവേശമൊക്കെ ചോർന്നു പോയി നമ്മൾ പിന്നെയും പഴയ നമ്മളായിട്ട് മാറും. എവിടെയാണ് 2 മിനിറ്റ് റൂളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ എന്തൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 2 മിനിറ്റ് കൂടുതൽ അത് ചെയ്യാതിരിക്കുക. ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും, മാറിക്കോളും. ഇപ്പോൾ നമുക്ക് റീഡിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ബുക്കിൻ്റെ ഒരു പേജ് ഒരു ദിവസം വായിക്കുക, അല്ലെങ്കിൽ 2 പേജ് വായിക്കുക, അടച്ചു വയ്ക്കുക. അടുത്ത ദിവസം വീണ്ടും ആ ബുക്ക് എടുക്കുക, അടുത്ത 2 പേജ് വായിക്കുക, അടച്ചു വയ്ക്കുക. സോ ഇവിടെ നമ്മളൊരു ഹാബിറ്റ് 2 മിനിറ്റ് കൂടുതൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഓരോ ദിവസവും ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെ ഈസിയാണ്. നമുക്കതൊട്ട് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഹാബിറ്റിനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എഫേർട്സിനെ മാക്സിമം കുറച്ച് കൊണ്ടുവരിക ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മുൻ വീഡിയോ പറഞ്ഞ പോലെ ആ ഒരു ഹാബിറ്റിന് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ നമ്മൾ മാക്സിമം ഇല്ലാതാക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഹാബിറ്റിൻ്റെ ഫസ്റ്റ് 2 മിനിറ്റ് ഈസി ആക്കി വെക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ളതിനെ നമ്മളൊരു ഗേറ്റ് വേ ഹാബിറ്റ് എന്നാണ് പറയുന്നത്. ഞാനൊരു ഉദാഹരണം ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല സ്റ്റേജ് കാണാൻ പറ്റും, ഈസി എന്നും ഹാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെരി ഈസി എന്നുള്ള രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു മാരത്തൺ ആണ് ഓടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷൂ ഇട്ട് ശീലമില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഷൂ ഇട്ട് പഠിക്കുക, അതിനുശേഷം ആ ഷൂ ഇട്ട് നടന്ന് ശീലിക്കുക. അങ്ങനെ ക്രമേണ നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച ഹാബിറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഇതുപോലെ തന്നെയാണ് ബുക്ക് എഴുതുന്ന കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും ഷൂ ഇടുന്നതൊക്കെ അത്ര വലിയ കാര്യമാണോ എന്ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്താൽ മാത്രമേ അതിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളെല്ലാവരും ജനിച്ച് വീഴുന്ന ഉടനെ ഒന്നും എണീറ്റ് മാരത്തണൊന്നും ഓടിയിട്ടില്ലല്ലോ. എല്ലാവരും മുട്ടിലഴിഞ്ഞും പിച്ച് വെച്ച് നടന്നും വീണിട്ടൊക്കെയാണ് ഓടാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ നീന്തൽ പഠിക്കുന്നവരെല്ലാവരും ഒരിക്കലെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിലരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു തരം മെൻറ്റാലിറ്റിയാണ്. അതുകൊണ്ട് അവരൊരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവരുടെ വെയിറ്റിംഗ് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ അതൊരു പക്ഷേ 5 മിനിറ്റ് 5 മണിക്കൂർ എന്നുള്ള രീതിയിൽ അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും.
വെറുതെ സമയം കളയാന്നേ ഉള്ളൂ. ഇവിടെയാണ് നമ്മുടെ 2 മിനിറ്റ് റൂളിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത്. പിച്ച് വെച്ചിട്ടായാലും നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാമെന്നേ. പിന്നീട് നിങ്ങൾ 2 മിനിറ്റോ 10 മിനിറ്റോ 20 മിനിറ്റോ എന്നുള്ള രീതിയിൽ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്കതിൽ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഏതൊരു ഹാബിറ്റും തുടക്കത്തിൽ 2 മിനിറ്റ് മാത്രം ചെയ്യാം. ഇപ്പോൾ ജിമ്മിൽ പോകുന്നൊരു കേസ് എടുക്കുകയാണെങ്കിൽ 2 മിനിറ്റിക്ക് 2 മിനിറ്റ് ജിമ്മിൽ ചെല്ലുക. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് 2 മിനിറ്റിൽ ഒരു പുഷപ്പ് ആയിരിക്കും എടുക്കാൻ സാധിക്കുക, അതെടുക്കുക. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അങ്ങനെ ക്രമേണ നമ്മൾ ആ 2 മിനിറ്റ് വെച്ചിട്ടാണെങ്കിൽ പോലും എല്ലാ ആഴ്ചയിലും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മൾ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാത്തൊരു പേഴ്സൺ ആണെന്നുള്ളൊരു ഫീല് സ്വയം വന്നു കൊടുക്കും. അങ്ങനെ നിങ്ങളൊരു ഹാബിറ്റിൻ്റെ ഫസ്റ്റ് 2 മിനിറ്റ് മാസ്റ്റർ ചെയ്യും. അങ്ങനെ ക്രമേണ നമുക്ക് അതിൻ്റെ അടുത്ത അഡ്വാൻസ് തലങ്ങളിലേക്ക് പോകാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ ടേബിളിൽ അതിൻ്റെ വെരി ഈസി എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞ് പിന്നീട് വരുന്ന ഓരോ സ്റ്റേജിലും വരുന്ന ഡിഫിക്കൽട്ടി അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ മാസ്റ്റർ ചെയ്തെടുക്കാനും സാധിക്കും. ഇങ്ങനെ ഏതൊരു വലിയ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിന് ഇതുപോലെ 2 മിനിറ്റിലേക്ക് മാറ്റണമെന്ന് മാത്രം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.